കുതിരാൻ തുരങ്കത്തിലെ മണ്ണിടിച്ചിലുണ്ടായ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ പരിശോധനയുമായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരത്തെ തൃശൂർ ഗവൺമെന്റ് കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം വിവിധ വകുപ്പുകളും ചേർന്ന് സംയുക്ത പരിശോധന നടത്തിയിരുന്നു. ഗുരുതര സാഹചര്യമില്ലെന്ന് റിപ്പോർട്ട് നൽകിയെങ്കിലും കൂടുതൽ പഠനത്തിന് നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തുരങ്കത്തിൽ നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ആ തുരങ്കത്തിന്റെ മുഖത്തിന് തൊട്ടുമുകളിലുള്ള ഭാഗത്ത് ചെറിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഷബാസ് അഹമ്മദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷബാസ് അഹമ്മദ്, ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഈ പരിസരത്ത് പഠനം നടത്തുകയാണ്. നേരത്തെ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയ പഠനത്തിൽ അടിയന്തര ഗുരുതര സ്വഭാവമില്ല എന്നല്ലേ കണ്ടെത്തിയിരുന്നത്? തീർച്ചയായും അരുൺകുമാർ, കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു എനിക്ക് പിന്നിൽ കാണുന്ന കുതിരാനിലെ ഇരട്ട തുരങ്കമുഖത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് നേരിയ തോതിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. ഈ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വഴി തുരങ്കത്തിലേക്ക് കയറുന്ന ഭാഗത്ത് പാറയ്ക്ക് മുകളിലായി ആ മണ്ണും ആ മരങ്ങളുമായി നിൽക്കുന്ന ഭാഗത്തായിരുന്നു നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ആ സമയത്ത് ഈ പ്രദേശവാസികളൊക്കെ ഒരു ആശങ്ക പറഞ്ഞിരുന്നത് കൂടുതൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട്, അതൊരു വലിയൊരു മണ്ണിടിച്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു. അതിനെ തുടർന്ന് മന്ത്രിയും ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഇവിടെ ഒരു പരിശോധന നടത്തിയിരുന്നു. ഒപ്പം തന്നെ അന്ന് തന്നെ ഈ ഒരു വിദഗ്ധ സംഘം ഇവിടെ ഒരു സംയുക്ത പരിശോധന നടത്തി. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെയും ഒപ്പം തന്നെ പാലക്കാട് IIT-യിലെയും ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളും ചേർന്നുകൊണ്ടൊരു സംയുക്ത പരിശോധനയാണ് ഇവിടെ നടത്തിയത്. ആ പരിശോധനയിലാണ് ഒരു ഗുരുതര സാഹചര്യമില്ലെന്നും കൂടുതൽ മണ്ണിടിയാൻ ഇവിടെ സാധ്യതയില്ലെന്നും ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് നൽകിയത്. അതിലൊരു കാര്യം പരാമർശിച്ചിരുന്നത് കൂടുതൽ പഠനങ്ങൾ ഇവിടെ നടത്തേണ്ടതുണ്ട് എന്നായിരുന്നു, കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും ജില്ലാ ഭരണകൂടം കത്തയച്ചത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഒരു പരിശോധന നടത്തുന്നത്. ആദ്യം ഈ തുരങ്കമുഖത്തിന് മുൻവശത്ത് നിന്ന് പരിശോധന നടത്തി. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ കുതിരാൻ മലയുടെ മുകൾ ഭാഗങ്ങളിൽ വിശദമായൊരു പരിശോധനയാണ് നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഈ മണ്ണിടിഞ്ഞതിന് തൊട്ട് മുകളിലടക്കം ജിയോളജിക്കൽ സർവേയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്നുണ്ട്. 4 ദിവസത്തിനകം ഈ പരിശോധനയുടെ റിപ്പോർട്ട് അവർ ജില്ലാ ഭരണകൂടത്തിന് കൊടുക്കുമെന്നാണ് നിലവിൽ അറിയുന്നത്. ഇപ്പോഴെന്തായാലും ഒരു ഗുരുതര സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നത്. പക്ഷേ എന്തായാലും ഈ മഴ കനക്കുന്ന സാഹചര്യങ്ങളിൽ ഭാവിയിൽ ഒരു കൂടുതൽ മണ്ണിടിയാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ പരിശോധനകൾ കുതിരാൻ മലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.